തൃശൂരിൽ ഭർത്തൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവണിശ്ശേരി സ്വദേശി ഉണ്ണിമായാണ് മരിച്ചത്. കൊലപാതകമെന്ന സംശയമുണ്ട്. ഭർത്താവ് ശിവപ്രസാദിനെ പിടികൂടിയിട്ടുണ്ട്. ശ്രീകുമാരൻ തൃശൂർ ചെയ്യുന്നു. ശ്രീത്ത്, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ഈ കൊലപാതകമെന്ന സംശയത്തിലെ കാര്യങ്ങൾ, അങ്ങനെ ഒരു സംശയം ഉയരാൻ ഇടയാക്കിയത് എന്താണ്? വിശദാംശങ്ങൾ എന്താണ്? സുഹൈല, ഇന്ന് രാവിലെ 8:30 മണിയോടുകൂടിയാണ് ഈ വീട്ടിൽ, ആനക്കല്ലിലെ വീട്ടിൽ, ഭർത്തൃവീട്ടിൽ യുവതിയെ നിശ്ചലയായി കിടക്കുന്നത് ഭർത്താവിന്റെ അമ്മ കാണുന്നത്. വീട്ടിൽ അതിനു മുൻപ് ശിവപ്രസാദും ഉണ്ണിമായും തമ്മിൽ വഴക്കുണ്ടായിരുന്നു. അതിനുശേഷം ശിവപ്രസാദ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു. ശേഷം റൂം പരിശോധിച്ചപ്പോഴാണ് കിടപ്പുമുറിയിൽ ഇത്തരത്തിൽ ഈ പെൺകുട്ടി 30 വയസ്സുകാരി കിടക്കുന്നത് കണ്ടത്. ശരീരത്തിന് ചലനം ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പക്ഷേ ജില്ലാ ആശുപത്രിയിലെത്തിയപ്പോൾ തന്നെ മരണം സ്ഥിരീകരിക്കുക മാത്രമാണ് ചെയ്തത്. തുടർന്ന് ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക് മാറ്റി. എന്തായാലും കഴുത്തിൽ പാടുകളുണ്ട്. കാര്യമായ രീതിയിലുള്ള ബഹളം ഈ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ശിവപ്രസാദ് അതിനുശേഷം ബന്ധുക്കളോട് പറഞ്ഞത് താൻ പോലീസിൽ കീഴടങ്ങാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. പോലീസ് ഇയാളെ മറ്റൊരിടത്ത് വെച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് നടക്കുക എന്നാണ് അറിയുന്നത്. അത് അല്പസമയത്തിനകം തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ശിവപ്രസാദ് കസ്റ്റഡിയിലായിട്ടുണ്ട്. പോലീസിന്റെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വരും. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും പോലീസിന്റെ ആ ഒരു തരത്തിലുള്ള വിശദീകരണം പുറത്തുവരിക. എന്തായാലും 30 വയസ്സുകാരിയാണ് മരിച്ചത്. ഇവർക്കൊരു കുഞ്ഞുണ്ട്. അവരെ കഴിഞ്ഞ ദിവസം ഈ ഉണ്ണിമായുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിരുന്നു. എന്തായാലും ഉണ്ണിമായ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. അവിടേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് രാവിലെ ഈ ഒരു വഴക്ക് നടക്കുന്നതും തുടർന്ന് ഇത്തരത്തിലൊരു കൊലപാതകം നടക്കുന്നതും എന്നാണ് പോലീസ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.